എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു, അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. അവിടെ കിടന്ന് അയാൾ മരിച്ചു, മറ്റയാൾ ഓടിക്കളഞ്ഞു. എങ്കിൽ ഒരു ഇടി. ഇത് CM വലിയുല്ലാഹിയുടെ ഇടിയല്ല, എല്ലാത്തിനും കഴിയും അതിന്. പ്രകൃതി CM-ന് വേണ്ടി പ്രവർത്തിക്കും. ഇനി ഇടി അവിടെ മീക്കായിലൊന്നും വരണ്ടേ, CM-ന് ഇടി ഉണ്ടാക്കാൻ കഴിയും. മീക്കായിലെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മീക്കായിലാണെന്നുള്ളതും തെളിവില്ല. CM അത് ചെയ്യിപ്പിച്ചും ചെയ്തല്ല, അതാണ് ഞാൻ പറഞ്ഞതല്ല. അതിപ്പോ മീക്കായിൽ വേണം ഇടിക്കുണ്ടാകുന്ന ഇവർ താവില്ല. ഇടിണ്ടാകും, മീക്കായിലുണ്ടാവും. അങ്ങനെയാണ്. അപ്പോ ഭയങ്കര സംഭവം തന്നെ. അങ്ങനെ കുത്തുബുൽ ആലം എന്ന് വെറുതെ അങ്ങ് പറയല്ല. അപ്പോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു. ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് പെരും കരച്ചിൽ കേൾക്കും. വണ്ടി ഇങ്ങനെ നിൽക്കല്ലേ. CM വലുത് എവിടെ നിന്നാ കരയുന്നത്? ഭയങ്കര കൃപയാണ് മനസ്സിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. എത്ര അകന്നാലും എന്തെങ്കിലും സങ്കടം ഉണ്ടായിക്കാണ്ട് അങ്ങ് ബന്ധപ്പെട്ട ഇപ്പൊ ഫലം ഉണ്ടാവും. CM വലിയുള്ളതിന്റെ സ്വഭാവം ഭയങ്കര കൃപയാണ്, റഹ്മത്ത്. ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ആ സ്വഭാവം CM വലിയുള്ളതിന്റെ ജീവിതത്തിൽ നമുക്ക് എത്രയോ കാണും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരുപാട് ഉസ്താദന്മാർ കറാമത്ത് പറയുന്നവരാണ്. അഹ്സനിമാറും അൻവരിമാറും എല്ലാം ഡിഗ്രി എടുത്തവർ കറാമത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് പറയണം, എന്താണ് കറാമത്ത്, ജനങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഇതിന് ലാഭം, ഏത് രീതിയിൽ പറഞ്ഞാലാണ് ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും, ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്, വിമർശനമാണ് വരുന്നത്, കുറ്റം പറച്ചിലാണ് വരുന്നത്. അത്രക്കും ഒരു വീക്കായിരിക്കുന്ന ചീപ്പായിരിക്കുന്ന കറാമത്തുകൾ പോലും പറയുന്നു. കറാമത്ത് എന്ന് പറഞ്ഞാൽ കള്ളകറാമത്തുകളാണ് കൂടുതൽ പറയുന്നത്, സത്യകറാമത്തല്ല. കറാമത്ത് പറയേണ്ട ആവശ്യമില്ല. കറാമത്ത് എന്തിനൊക്കെ പറയണം? കറാമത്ത് പറഞ്ഞത് കൊണ്ട് എന്താണ് ലാഭം? ഇവർക്ക് ലാഭം ഉണ്ടായേക്കാം. ഇവിടെ കറാമത്ത് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ ബേക്കൽ ഉസ്താദ് അതിനെ വിശദീകരിക്കുന്നു, അതിൻ്റെ കാര്യം പറയുന്നു. അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണ്, അതുപോലും പറയുന്നു. ബേക്കൽ ഉസ്താദ് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യന്മാരുള്ളതും. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എങ്കിലും ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം എന്താണ്, അതുകൊണ്ട് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് പോലും കേൾക്കാം. ഒരു 4 മിനിറ്റുള്ള ഒരു കറാമത്ത് പറച്ചിലും ബേക്കൽ ഉസ്താദിൻ്റെ മറുപടിയും അത് നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ്. കറാമത്ത് 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 എന്ന് പറഞ്ഞാൽ ഹർക്കുൽ ആദത്തായിട്ട് വേണ്ടേ, അജബ് അത്ഭുതം ആയിട്ട് വേണ്ടേ. അത്ഭുതം ഇല്ല, അത്ഭുതം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവസാനം പേര് അതിന് കറാമത്ത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉസ്താദ് ഞങ്ങൾ ദർസിൽ ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഉസ്താദ് വേറെ വഴിക്ക്, ഞാൻ പൊട്ടച്ചിറ അൻവരിയ കോളേജിൽ പഠിക്കുകയാണ്. അൻവരിയ കോളേജിൽ പഠിക്കണ സമയത്താണ് മഹാനായ കണ്യാല മൗല വഫാത്താകണത്. മൗല വഫാത്തായ വിവരം ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രചരിച്ച് വ്യാപിച്ചിട്ടില്ല. മൊബൈൽ ഫോണൊക്കെ അന്ന് ഒറ്റപ്പെട്ട് അവിടെയും ഇവിടെയും വരുന്നുള്ളൂ. അന്ന് നമ്മൾ STD ബൂത്തിന്റെ കാലാണ്, എന്നാ പെട്ടിയൊക്കെ പോയും ചെയ്തു. അങ്ങനെ വ്യാപിക്കാത്ത ആ സമയത്ത് വന്യരായ ഷെയ്ഖുന ഹാഫിദ് ഉസ്താദ് അന്ന് ഉത്തരാഞ്ചൽ ഷാ മൻസൂർ കാട്ടിൽ അവിടുത്തെ പ്രത്യേകമായ ഹൽവത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന സമയമാണ്. ആ സമയത്ത് ഉസ്താദ് അവിടുന്ന് എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നെ ബന്ധപ്പെട്ടു. പെരിന്തൽമണ്ണ അടുത്തൊരു മഹാനില്ലേനിയോ? ഞാൻ പറഞ്ഞങ്ങനെ കണ്യാല മൗല അവർ വഫാത്തായല്ലോ. നോക്കൂ നിങ്ങൾ, ഇവിടെ തന്നെ വാർത്ത പ്രചരിച്ചു വരുന്ന സമയമായിട്ടുള്ളൂ. ഞാനത് അറിഞ്ഞിട്ടില്ല.
കോളേജിൽ ആ വാർത്ത പരക്കണേ ഉള്ളൂ, എത്തി തുടങ്ങിയിട്ടില്ല. അതിന്റെ മുമ്പ് ദൂരങ്ങളുള്ള ഉസ്താദ് ഹൽവത്തിലുള്ള സമയം അവരറിയുക, അതാണ് ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. ഉദാഹരണത്തിന് അതിലെ റോട്ടിൽ പോയിട്ട് എത്തുമ്പോഴേക്ക് ഒരു ബസ് വന്ന് ബസ് നിന്ന് ഇയാളെ കണ്ടപ്പോൾ കൈ കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതൊരു കറാമത്ത്. ബസ്സുകാരൻ കാത്തുകൊണ്ട് ആര് കിട്ടുന്നതെന്ന്. ഇത് കറാമത്ത് അല്ലേ? ഇങ്ങനത്തെ ഒരാള് പറഞ്ഞു. ഞാൻ ഉസ്താദിന്റെ കൂടെ പോയപ്പോ ഉസ്താദിന് മക്കാമിൽ നിന്ന് കിതാബ് കൊടുക്കണം എന്നെയാണ് കണ്ടത്. കിതാബ് എന്നെ കണ്ടത് ആ കിതാബാണ്. അല്ല മഹാനല്ല, ആ മഹാന് കൊടുത്ത കിതാബ് കണ്ടു. മഹാൻ കണ്ടിട്ടില്ല, ആ കിതാബ് മാത്രം കണ്ടു. വെറുതെ കിതാബ് അവിടെ ഉണ്ടാവില്ലല്ലോ. ആര് പക്ഷെ അവിടെ പെട്ടെന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അവിടെ പെട്ടെന്ന് കിതാബ് ഉണ്ടാവില്ല, മഹാൻ തന്നെ കൊടുക്കും വേണം. കഴിഞ്ഞില്ലേ? ഇത് കറാമത്ത് അല്ലേ? കറാമത്തുണ്ടെങ്കിൽ എഴുതാം, അത് കറാമത്തായിട്ട് വേണം. ഇതോ കറാമത്ത് എന്ന് ആ പുസ്തകം വായിച്ചിട്ട് ജനങ്ങൾ വിലയിരുത്തുന്ന നിലക്കുള്ള അത് ആവാൻ പറ്റുകയില്ല. മദ്ഹ് പറഞ്ഞിട്ട് ദമ്മായി പോവും. മദ്ഹ് പറഞ്ഞിട്ട് അത് ദമ്മായി പോകുന്ന നിലക്ക് മദ്ഹ് പറയാൻ പാടില്ല. വന്യരായ ഉസ്താദ് കുറച്ചു കാലം ഞാനും ഉസ്താദൊക്കെ ഒരു ദർസിൽ പഠിച്ചല്ലോ. അന്ന് മാഹിമാക്കൈ പൂക്കോട്ടൂര് ഉസ്താദ് അവർ ഞങ്ങൾക്ക് കിതാബ് പോയി തരും. കുട്ടികളെ കിതാബ് പോയി, ഉസ്താദ് കിതാബ് ആ സെബുക്കിലാണ് നടന്നേനെ. പിന്നെ ഉസ്താദിന്റെ ഹാൻഡിൽ അവർക്കത് ആവശ്യമില്ല. പിന്നെ ഈ ലോകത്തുള്ള ഒരു ബാഹ്യമായ ചുറ്റുപാടിൽ ജീവിക്കുമ്പം സ്കൂളിലേക്ക് പോകുന്നത് പോലെ ദർസിലേക്കും ഒന്ന് പോകും എന്ന് മാത്രം. മദ്ഹ് പറഞ്ഞിട്ട് അത് ദമ്മായി പോകുന്ന നിലക്ക് മദ്ഹ് പറയാൻ പാടില്ല. പിന്നെ ചില ഒരാളെ മദ്ഹ് പറയും, ഒരു വലിയ ഒരാളെ മദ്ഹ് പറയാ. ഞാൻ എന്നെ പറയുന്നു നോക്കാം, അങ്ങനെ വലിയ ഒരാള് താജുൽ ഉലമാന്റെ മദ്ഹ് പറഞ്ഞു. മദ്ഹ് പറഞ്ഞിട്ട് അവസാനം നോക്കുമ്പോൾ താജുൽ ഉലമാന്റെ മദ്ഹ് അല്ല അതിലുള്ള എന്റെ മദ്ഹാണുള്ളത്. ആ നിലക്കുള്ള പറച്ചരിക്കും. അത് ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, അപ്പം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അപ്പം എനിക്കാണ് എൻ്റെ പിന്നെ പേര് കിട്ടുന്നത്. അത് താരീഖല്ല. ഇപ്പം എന്തുണ്ടായത്? ഹൗസുല്ലാലം അന്ന് പിന്നെയാണ് ഹൗസുല്ലാലം എന്ന പേരിലറിയപ്പെടുന്നത്. അന്ന് ദർസ് പഠിച്ച അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയാണ്. ആ മഹാനായ ചെറിയ മോൻ, ആ മോനെ വേദനിപ്പിച്ചതിന്റെ പേരിൽ ഉസ്താദിന് അങ്ങോട്ട് ആഫത്തേറ്റെങ്കിൽ അത് വിലായത്തുള്ള കുട്ടിയായാലും ശരി അല്ലെങ്കിലും ശരി, അവനവന്റെ ശിഷ്യന്മാരെ അകാരണമായി വേദനിപ്പിച്ചാൽ ആ ഉസ്താദുമാര് ഹിസാബ് നേരിടും, ശക്തമായ മറുപടി പറയേണ്ടി വരും. ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ പല ഗ്രൂപ്പിലും, വാട്സപ്പ് ഗ്രൂപ്പ് സുലഭാണല്ലോ, നൗഷാദ് ഓന്ത്, ഓൻ അസുവതി, ഇങ്ങനെ തുടങ്ങി പല ചീത്തിയും കുട്ടികൾ പറയാണ്. ബഹുമാനമുള്ളവരെ, ബേക്കൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ ഈ കറാമത്തുകളെ ഈ രീതിയിൽ പറയണമെങ്കിൽ ഇവർ പറയുന്ന കറാമത്ത് എന്തിൻ്റെ ലാഭത്തിന് വേണ്ടിയാണ്, ഇവർക്ക് ലഭിക്കാൻ എന്താണുള്ളത്, ഇവർ നേടിയ ഈ ഡിഗ്രി ഉണ്ടല്ലോ, ഈ ഡിഗ്രികൾ ജനങ്ങൾക്ക് എന്താണ് ഉപകരിക്കുന്നത്, ഇവർ എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലെയുള്ളത് പറയാമോ എന്ന് പോലും അവർ തന്നെ ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്നവരും അതിന് കേട്ടിരിക്കാൻ വേണ്ടിയോ മാഷാ അല്ലാ എന്ന് പറയാൻ വേണ്ടിയോ ഉപയോഗിക്കരുത് നമ്മുടെ സമയത്തിനെ. നമുക്കത് ആവശ്യമില്ല. എല്ലാവരും ബഹുമാനിക്കണം സഹോദരന്മാരെ. കറാമത്ത് കൊണ്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. ഒരാൾക്ക് കറാമത്തും അതുപോലെയുള്ള വിശേഷമുണ്ടെങ്കിൽ അത് അവരുടെ ഉഖ്റവിയായ നേട്ടത്തിന് അവർക്ക് നല്ലതാണ്. അത്തരക്കാരെ നമ്മൾ ബഹുമാനിക്കണമെന്നല്ലാതെ അവരെ തന്നെ വിമർശിക്കത്തക്ക ആ കറാമത്ത് പറയുന്നവരല്ല. ഏത് ഔലിയെപ്പറ്റി പറയുന്നതാണോ, ഏത് വലിനെ പറ്റി ഇവർ പറയുന്നതാണോ, ആ വലികൾ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെങ്കിൽ അവരെ തന്നെ തെറി പറയുന്ന രീതിയിൽ, അവരെ തന്നെ വിമർശിക്കുന്ന രീതിയിലാണ് ഇവരുടെ പറച്ചൽ. അതാണ്
ഇവിടെ നടക്കുന്നത്. പകരം ഉസ്താദ് ഓരോ കറാമത്തുകൾ CM മടവൂരിൻ്റെ പറയുന്നു. ഞാനൊന്ന് അശ്രദ്ധരായാൽ വിമാനങ്ങൾ മുട്ടും, ഒരു ഇല പോലും പറക്കൂല, ഒരു ഇല പോലും അനങ്ങുന്നതല്ല. ഞാനൊന്ന് അശ്രദ്ധരായാൽ, ആരാണ് അശ്രദ്ധാക്കുന്നത്? അള്ളാഹുവല്ല. ഇവിടെ CM ആണ്, CM മടവൂർ. അശ്രദ്ധരായാൽ ഇതെല്ലാ ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. കള്ളം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു തരേണ്ടവർ ഇവരാണ്. ഇവർ തന്നെ എല്ലാം കള്ളം പറഞ്ഞ് ഇവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും അതുപോലെയുള്ള ഭക്തന്മാർ ഉള്ളത് കൊണ്ട്. ഇതിനെ നല്ലപോലെ മനസ്സിലാക്കിയാൽ അവർക്ക് ഭക്തന്മാർ കുറക്കണം. അവരുടെ നല്ല കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം എന്നല്ലാതെ അവരെ കള്ളത്തരത്തിന് നമ്മൾ ബഹുമാനിക്കണമെന്നുമില്ല. അവരെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല, അവർ സഹായിക്കാനും പാടില്ല. പൊതുജനങ്ങളെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ, അള്ളാഹുവിനോടുള്ള വിശ്വാസം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, ഒരു അറിവുമില്ലാത്തവരെ നരകത്തിലേക്ക് അയക്കുന്ന രീതിയിലുള്ള ഇവരുടെ ഓരോ വിഷയങ്ങളാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം സഹോദരന്മാരെ, സൂക്ഷിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.